OIC പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. $10 മില്യൺ ഇന്ത്യ ബംഗ്ലാദേശിന് നൽകി. അത് ഹിന്ദു വേട്ടയ്ക്കായിരുന്നോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് മുന്നിൽ ഒരുപക്ഷെ BJP ഒന്ന് ഉത്തരം മുട്ടിയിട്ടുണ്ട്. കാരണം അത്രത്തോളം ബംഗ്ലാദേശിനെ സഹായിച്ച ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളെ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു വംശഹത്യയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മിണ്ടാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി അതിലുണ്ട്. അതിലുപരി ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അല്ലെ റഷ്യയുടെ പ്രധാന പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ അതിനുള്ള മറുപടി വളരെ ശക്തമായിരിക്കും, പാകിസ്ഥാൻ കിട്ടിയതിന്റെ 7 പുറമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് റഷ്യ ഇറങ്ങുമോ? റഷ്യ ഇറങ്ങുമെന്ന് ചോദിച്ചാൽ റഷ്യ ഇറങ്ങേണ്ടി ഒന്ന് ഇറങ്ങും. റഷ്യ ഇപ്പം റഷ്യയുടെ നിലപാടതാ. റഷ്യയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ളിടത്ത് റഷ്യ അവർക്കൊരു വിഷയം വന്നാൽ റഷ്യ ഓട്ടോമാറ്റിക്കാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ. ഇതിനു മുമ്പ് ഇപ്പോൾ പറയുന്നതിന് മുമ്പ് തന്നെ റഷ്യ ഈ അർത്ഥത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ അംബാസഡർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 71 ഓർക്കണം, ഇതുണ്ടാക്കി തന്നത് ഇന്ത്യയാണ്, അതിൻ്റെ കൂടെ ഞങ്ങൾക്കൂടെ ഭാഗവാക്കായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൂടെ പങ്കുണ്ട്. അപ്പം ആ ഒരു രാജ്യമാണ്. ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് അല്ലെങ്കിൽ ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആ രാജ്യത്തിന് ഗുണം ചെയ്യുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഇതുവരെ സഹായമായിട്ട് നിന്നിട്ടുള്ള രാജ്യങ്ങൾക്ക് എതിരെയാണ്. അത് ആലോചിച്ച് അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ശാന്തമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അംബാസഡർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടാണ് ഇപ്പം റഷ്യൻ അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ്റെ താക്കീത്. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട, ആവശ്യമില്ലാതെ ചൊറിഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞു, റഷ്യനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്ക കഴിഞ്ഞ ദിവസം ഈ മരിച്ചവൻ, അവൻ്റെ പേരെന്ത്, ഹാദി, അവനെ ഗ്ലോറിഫൈ ചെയ്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ വലിയ നേതാവാണ്, അവൻ വലിയ സംഘർഷമാണ്, അതിനെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവിടെ ഹിന്ദുക്കൾ മരിച്ചതിന് അനുശോചനമില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഹസീനയുടെ നേതാക്കന്മാരും മുൻ മന്ത്രിമാരും അവരുടെ വീട് കയറി ചുറ്റൂർന്ന് ബലാത്സംഗം ചെയ്യുന്ന ന്യൂനപക്ഷത്തിനെ ഉപദ്രവിക്കുന്നതിനകത്തൊന്നും അമേരിക്കയും യൂറോപ്യൻ കൺട്രീസിനും ഇല്ലാത്ത സമയത്താണ്. അപ്പം ഇതിൻ്റെ പുറകിൽ അമേരിക്കയുണ്ട്. ഇപ്പോൾ അമേരിക്ക പക്ഷേ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് ഇലക്ഷൻ നടത്തിക്കോണം. എല്ലാം കൂടെ അവിടെ അമേരിക്കയുടെ സംഭവം നിൽക്കുന്നില്ല. കാരണം അവിടുത്തെ പ്രക്ഷോഭം ഇപ്പം നടത്തുന്നത് ഒരു പക്ഷേ ഈ നമ്മൾ വിചാരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ പോലും പ്രക്ഷോഭത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഘർഷം സിനുജി ശ്രദ്ധിച്ചായിരുന്നോ? കാരണം ഇന്ത്യക്ക് എതിരെ പറയുന്നവരൊക്കെ മരിക്കുക. അത് കൊല്ലുന്ന ആരാ? അജ്ഞാതന. അജ്ഞാതനെ തേടി ചെല്ലുമ്പോൾ കിട്ടുന്നത് അത് ആ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അപ്പം ജമാഅത്ത് ഇസ്ലാമിക്കയുടെ യഥാർത്ഥത്തിൽ അവരുടെ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ കയ്യിൽ ഭരണം ഇരിക്കണം. അതിന് അവർ ഇതുവരെ വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് നിർത്താൻ കൊള്ളാവുന്ന, ഞങ്ങളുടെ ആശയങ്ങൾക്ക് അനുസരിച്ച് നിർത്താൻ കൊള്ളാവുന്ന ഒരു നേതാവാണ് ഈ ആരാ, യൂനസ്. പക്ഷെ ഇപ്പം യൂനസിനെ വേണോ അല്ലെങ്കിൽ യൂനസിനെ തന്നെ ഒരുപക്ഷെ തള്ളിയൊന്നുമില്ല, ആ പാടെ അവരെ ഉള്ളായിരുന്നു അതിനെപ്പറ്റി. പക്ഷേ ഈ പ്രക്ഷോഭം യൂനസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം, അതായത് ഹസീനെ മറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭം, അന്നുണ്ടാക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭം, അത് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ നേതാവ് ഇന്നലെ മരിച്ചില്ലാണ്ട് തലയുടെ അകത്തൂടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിന്നോ ഈ പ്രക്ഷോഭത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ അവൻ, ഇൻകുലാബ് അങ്ങനെ കണ്ട് അതിൻ്റെ ബാക്കിയൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം വല്ലാത്ത ഭാഷകളാണ്. അതിൻ്റെ നേതാവല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും ഇവരെല്ലാം സ്ഥാനാർത്ഥികളാവും. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ പറയുന്ന നാഷണലിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ BNP വന്നാൽ അതിനെതിരെ ഈ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായോ. ഒരുപക്ഷെ നാളെ കാലത്ത് യൂണസിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നവനാ കഴിഞ്ഞ ദിവസം മീഡിയ മണ്ണുകാരൻ പറഞ്ഞു ഇതുപോലൊരു മയ്യത്ത് നമസ്കാരം കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മളാ ഒരുക്കുന്നേ, ആലോചിച്ചോളൂ. നമ്മളായതൊക്കെ ഒരുക്കുന്നേ ഇത്രയും വലിയൊരു മയ്യത്ത് നമസ്കാരം അന്ന്. അപ്പം അയാളെ കൊല്ലുന്നു അജ്ഞാതൻ, അയാൾ അവിടുത്തുകാരനാണ്, പക്ഷേ പിടിക്കാൻ പറ്റുന്നില്ല, ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വേറെ അജ്ഞാതന്മാരെ കൊല്ലുന്നു. അപ്പം ഈ പ്രക്ഷോഭം പോലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കെതിരെയാണ് പ്രക്ഷോഭം. പക്ഷേ അതിനകത്ത് ഇന്ത്യക്കെതിരെ ഈ പ്രക്ഷോഭം നയിക്കുന്ന നേതാക്കന്മാരെ ആരാണ്ട് വന്ന് കൊന്നിട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഈ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ ഇലക്ഷൻ മത്സരിക്കാൻ നിൽക്കുന്നവരാണ് കൊല്ലപ്പെടുന്നത്. ഇലക്ഷനോട് താല്പര്യമില്ലാത്തവരാണ് ഈ പ്രക്ഷോഭം നയിക്കുന്നത്. ഇതെല്ലാം ഒരു വല്ലാത്തൊരു അവസ്ഥ. ഒരുപക്ഷെ നാളെ കാലത്ത് നേരത്തെ സിനു കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ ഈ സൈനിക മേധാവി അധികാരത്തിൽ വന്നാൽ ഹസീനയ്ക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ഇന്ന് ഹസീന പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യ സംവിധാനത്തിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ ഞാൻ അവിടെ വരാം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ വരാം, അതിനുമുമ്പ് വരുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. ഈ വർത്തമാനം ഹസീന പറയുന്നതാണോ വേറെ ആരെങ്കിലും പറയുന്നതാണോ, അതിനൊരു ഒരുക്കം അവിടെ നടക്കുമോ എന്നൊക്കെയുള്ള രീതിയിലേക്കുണ്ട്. ഏതായാലും ഇപ്പം ഹിന്ദുവിനെ തൊട്ടാൽ, കഴിഞ്ഞ ദിവസം ഒരു മനസ്സിൽ ചാറ്റർജി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പോലീസ് കലാപകാരികൾക്ക് വിട്ടുകൊടുക്കുന്ന വീഡിയോ ഉണ്ട്. അയാൾ പോയി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചിട്ട് എന്നെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ കാല് പിടിക്കുമ്പോൾ ആ മനുഷ്യനെ പോലീസ് എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് കൊല്ലാൻ വേണ്ടി. അയാളെ കൊന്ന്, അത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതിന്ന് മോഹൻ ഭഗത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിൽ ബംഗ്ലാദേശിൽ
ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിൻ്റെ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ത്രിപുരയിൽ അവിടുത്തെ ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങൾ അവിടുത്തെ ഹൈക്കമ്മീഷണർ, അതായത് ഇവിടെ ജൻസി ബംഗ്ലാദേശികളെ ഇനി ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ച് ഇവിടുത്തെ ജൻസി നമ്മുടെ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച ജൻസി അല്ല, രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ജൻസി അല്ലെങ്കിൽ അത്തരത്തിലേക്ക് രാജ്യത്തിനകത്ത് സംഘടിക്കുന്നു. ലോകത്തുള്ള ഹിന്ദുക്കളെല്ലാം സംഘടിക്കണം. ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കും എന്ന് മോഹൻ ഭഗവത് പറഞ്ഞു. എന്നിട്ട് ബംഗ്ലാദേശികളോട് ഹിന്ദുക്കളോടും പറഞ്ഞു നിങ്ങൾ സംഘടിച്ചേന്ന് വെക്കണം. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കുഴപ്പമില്ല, ഇവിടെയുള്ള ബംഗ്ലാദേശികളായിട്ടുള്ള അനാമത്തായിട്ട് നിൽക്കുന്നവൻ അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കാൻ നിൽക്കുന്നവൻ, ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ വരെ സ്വാധീനിക്കാൻ അവനെ ഒരുക്കി നിർത്തുന്നതിനെ പുറത്താക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വല്ലാത്തൊരു അവസ്ഥ. റഷ്യയുടെ പുതിയ റൂട്ട്, എണ്ണ കൊണ്ടുവരുന്ന റൂട്ട് അതിലേക്കിടാം. റഷ്യ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവത്തില്ല. ബംഗ്ലാദേശിനെ മര്യാദ പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ അത്തരങ്ങൾ കാര്യങ്ങൾ ഉരുത്തിരിയുന്നു. വർത്തമാനം, മോഹൻ ഭഗവത്തിൻ്റെ വർത്തമാനം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് പുള്ളി വിചാരിക്കുന്നതല്ലേ അവിടെ നടക്കത്തുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് റഷ്യ സംസാരിക്കും. ഇതെല്ലാം കൂടെ നമുക്ക് ഏതായാലും ഇന്ത്യ ഇടപെടുന്നു എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. ഹിന്ദുവിനെ തൊട്ടാൽ അല്ലെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്തായാലും അവിടെ ഇലക്ഷൻ മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ നടത്താനിരിക്കുന്ന ഇലക്ഷൻ മാറ്റി വെക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ താല്പര്യം. ഇപ്പോൾ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വരും, അതായത് ബീഗം ഖാലിദാസിയുടെ പാർട്ടി രംഗത്തേക്ക് വരും. അവർക്ക് വലിയ നേട്ടം ഉണ്ടാകും. ഇതറിയാവുന്നതുകൊണ്ടാണ് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ഇപ്പോൾ ഈ പറയുന്ന പഴയ പ്രക്ഷോഭകാരികൾ, ജൻസി പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വരും. ഈ പ്രക്ഷോഭം ഇതെന്തിനാണെന്ന് അവരുടെ പ്രധാന മുദ്രാവാക്യം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുന്നു. ഇതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം SIR ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നിരവധി ആളുകൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതൊന്നും ഞങ്ങളുടെ രാജ്യത്തുള്ളവരല്ലെന്നാണ് നേരത്തെ മുഹമ്മദ് യൂനസ് സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കാരല്ല എന്ന് തെളിഞ്ഞതോടുകൂടി ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല. സ്വാഭാവികമായിട്ട് ഇവരങ്ങോട്ട് ഇല്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ വലിയ എതിർപ്പുണ്ടാകും. അപ്പോൾ മനസ്സിലാകും ഇത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കില്ലാണ്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവിടെ കലാപം സൃഷ്ടിക്കണം. ആ കലാപം സൃഷ്ടിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യം അവരിലുണ്ട്. കാരണം ഈ ഷേഖ് ഹസീനെ പുറത്താക്കിയതാണല്ലോ. അങ്ങനെ കലാപം സൃഷ്ടിച്ചാൽ അവിടുത്തെ സൈനിക മേധാവിയായ വാഖറുസ്സമാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഇത് നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ പട്ടാളം ഭരണം ഏറ്റെടുക്കും. പട്ടാളം ഭരണം ഏറ്റെടുത്താൽ പട്ടാളത്തിന് വേണ്ട സൈനിക സഹായം വേണം, സാമ്പത്തിക സഹായം വേണം. എവിടെ നിന്ന് കിട്ടും? തൊട്ടടുത്ത അയൽ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് കിട്ടും. മാത്രമല്ല ഈ വാഖറുസ്സമാൻ പഠിച്ചതുപോലും ഇന്ത്യയിലാണ്. അതുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യാം. ഈ ഷേഖ് ഹസീനയുടെ ബന്ധുവാണ് ഈ സൈന്യാധിപൻ. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ നേരത്തെ ഇയാൾക്കെതിരെയുള്ള ആരോപണം ഇയാൾ അമേരിക്കയുടെ ചാരനാണെന്ന്, അങ്ങനെയൊന്നും അല്ല. ഇയാൾ സ്വാഭാവികമായിട്ടും അവിടെ നിയമം നടപ്പാക്കി ജനാധിപത്യം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ജനാധിപത്യത്തെ അട്ടിമറിക്കാനായിരുന്നു ഇയാൾക്ക് ഈ സമയം കൊണ്ട് ഇയാൾക്ക് അവിടെ ഭരണം പിടിച്ചെടുക്കായിരുന്നു, ഈ മുഹമ്മദ് യൂനസിനെ അടിച്ചോടിക്കായിരുന്നു. ഇവിടെ അതല്ല. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് പട്ടാളം തീരുമാനിച്ചു. അതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുമ്പോൾ അതിനെ അട്ടിമറിക്കാനായിട്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നുണ്ട്. ഈ പ്രക്ഷോഭം നടക്കുന്നതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രക്ഷോഭം ശക്തി വരുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്ന അതേ തന്ത്രം, ന്യൂനപക്ഷങ്ങളെ കൊല്ലുക, ഹിന്ദുക്കളായ ആളുകളെ പിടിച്ച് കൊല്ലുക എന്ന് മാത്രമല്ല മൃഗീയമായിരിക്കണം ആ കൊലപാതകം. അതുകൊണ്ടാണ് ഇയാളെ മരത്തിൽ കെട്ടിത്തൂക്കുന്നു, പോലീസിന്റെ മുമ്പിൽ അഭയം പ്രാപിച്ച ആളുകളെ പോലീസ് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ പട്ടാളം ഇത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. കാരണം പോലീസിൽ പോലും ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥ. മാത്രമല്ല അവർ അള്ളാഹു അക്ബർ ബോലോ തക്ബീർ എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുക, എന്നിട്ട് കത്തിക്കുകയാണ് പെട്രോൾ ഉപയോഗിച്ച്, എന്നിട്ട് കഴുത്തും തലയും 2 പീസാക്കുന്നു. അപ്പം മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്നത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുക. അങ്ങനെ ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ ഇന്ത്യ എന്താ ചെയ്യുന്നത്? അതാണ് റഷ്യ പറഞ്ഞതിന് ഉത്തരം. ഇപ്പം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പം പുട്ടിൻ ഇന്ത്യ വന്നപ്പോൾ ഒരു കരാറിൽ ഒപ്പിട്ടു. റഷ്യൻ സൈന്യത്തെ എപ്പോൾ വേണമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് അങ്ങനെ അവർക്ക് എയർഫോഴ്സിന്റെ വിമാനങ്ങൾ വന്നിറങ്ങാൻ, കപ്പലുകൾ കിടക്കാം, തിരിച്ച് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ റഷ്യൻ കപ്പലോ റഷ്യയുടെ യുദ്ധവിമാനമോ ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നതെങ്കിൽ ഈ ബംഗ്ലാദേശികളെ കയറി അടിക്കുന്ന റഷ്യൻ സൈന്യമാണ്. നമ്മൾ വിചാരിക്കും ഇതെന്നുള്ള ബംഗ്ലാദേശ് അടിക്കാൻ റഷ്യ ഇറങ്ങിയെന്ന് വിചാരിക്കും. സത്യത്തിൽ അങ്ങനെ ഒരു ഉടമ്പടിയിലേക്കാണ് നമ്മൾ ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് നിങ്ങൾ വെറുതെ കയറി ചൊറി ചെയ്ത്. കാരണം പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തെ ചൈനയുടെയും അമേരിക്കയുടെയും പിന്തുണയുണ്ട്. ഇന്ത്യ കയറി അടിച്ചു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് 4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റി. ബംഗ്ലാദേശിനെ തീർക്കാൻ നമുക്ക് 24 മണിക്കൂർ വേണ്ട. അത്രയും സപ്പോർട്ട് നമ്മുടെ ഉണ്ട്. അങ്ങനെ അതെ. മാത്രമല്ല നമ്മൾ ഈ ബോർഡറൊക്കെ കൃത്യമായിട്ട് ഇപ്പം വളഞ്ഞു പിടിക്കുന്നുണ്ട്. ഏതാണ്ട് 3000-ഓളം കിലോമീറ്ററോളമാണ് ഈ അതിർത്തി. ഇതിൽ തന്നെ 2000-ഓളം കിലോമീറ്ററിൽ നമ്മളിപ്പം വേലി കെട്ടിക്കഴിഞ്ഞു. ഈ വേലി കെട്ടൽ
പ്രക്രിയ ഒന്നും ബംഗ്ലാദേശ് അറിഞ്ഞിട്ടില്ല. കാരണം ഇത് വേലിയില്ലാത്തതുകൊണ്ടാണ് ഈ നുഴഞ്ഞുകയറ്റം എളുപ്പം നടക്കുന്നത്. ഇതിപ്പോൾ അതിനെയും തടയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആളുകളെ SIR വന്നതോടുകൂടി അവരെ തിരിച്ചയക്കും. ഈ തിരിച്ചയക്കുന്ന ആളുകൾ ബോർഡറിൽ എവിടെയെങ്കിലും തങ്ങാൻ ശ്രമിച്ചാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതിനാണ് അവർ ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്നത്. ഈ പ്രകോപനം സൃഷ്ടിക്കുന്ന വലിയ അബദ്ധമാണെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈക്കമ്മീഷണർ ഓഫീസുകളൊക്കെ തീ കത്തിക്കാനായിട്ട് ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് വേണ്ടി റഷ്യ കയറി ആക്രമിക്കും, അല്ലെങ്കിൽ ഇന്ത്യ റഷ്യയെ കൂടെ കയറി ആക്രമിക്കും. ഇതൊന്നും ഇസ്രായേലിൽ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കാരണം താങ്ങാനുള്ള അജിത് ശക്തി മൊസാദും തമ്മിൽ ചില ചർച്ചകൾ നടന്നു എന്നൊക്കെ വാഷിംഗ്ടൺ പോസ്റ്റ് അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. ഇല്ല തന്നെ. എത്ര പേർക്ക് നമ്മളിപ്പോ നമുക്ക് 3 പേർ കൂടെ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള വലിയ നമുക്ക് പോലും ഉള്ളതില്ല. ഒരു ഈച്ചയോ അല്ലെ കൊതുവൊക്കെ വരുമ്പോൾ മെഷീൻ കണ്ടു വെച്ച് വെടിവെക്കണമെന്ന് ബുദ്ധിമുട്ടല്ലേ? പിന്നെ രണ്ടാമത് ഓവൈസി ചോദിച്ചത്, ഓവൈസി നമ്മൾ നിസ്സാരക്കാരനായിട്ട് ഇന്ത്യയുടെ കാര്യം വരുമ്പോ ഇന്ത്യയുടെ കൂടെ അതെ എല്ലായ്പ്പോഴും OWC BJP വിരുദ്ധമാണ്. പക്ഷെ ഇന്ത്യയുടെ ഒരു വിഷയം വരുമ്പോ, ഇന്ത്യക്ക് അകത്ത വിഷയം വരുമ്പോൾ ഇന്ത്യയുടെ ഞാൻ ഭാരതീയനാണെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ അയാള് ചോദ്യത്തിന് പറയാൻ ഉത്തരവുണ്ട്. കാരണം ഇന്ത്യയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഷേഖ് ഹസീനെ പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിരുന്നപ്പോഴും നമ്മൾ അരി കൊടുക്കുക, നമ്മൾ വേണ്ട സഹായം കൊടുക്കും. അത് ഇന്ത്യയുടെ കൾച്ചറാണ്. നമ്മള് ആർക്ക് ലവർക്ക് കൊടുത്തില്ലേ, ആർക്ക് അഫ്ഗാനിസ്ഥാൻ ആരും കൊടുക്കാത്തപ്പോ നമ്മൾ മരുന്ന് കൊടുത്തില്ല. ആരും കൊടുത്താൽ പട്ടിണി കിടന്നിട്ട് ലോകം മൊത്തം അതായിരുന്നു അമേരിക്ക ശ്രീലങ്ക കൊടുത്തില്ലേ. അപ്പൊ അയൽ രാജ്യങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായാലും നമ്മൾ പോയി സഹായിക്കും. തുർക്കിക്ക് നമ്മള് അവന്റെ ഒരു എണീക്കാൻ വയ്യാന്നപ്പോ നമ്മളെല്ലാം സമാധാനം. അത് നമ്മുടെ കാര്യമാണ്, നമ്മുടെ വിഷയമല്ല. അത് അവിടെ നിൽക്കട്ടെ. ഇനി അടി കൊടുക്കാനും നമുക്കറിയാം. OWC പേടിക്കണ്ട, അത് ഉടനെ ഉണ്ടാവും.